نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നാം വിശ്വസിച്ചിരിക്കേണ്ടുന്ന വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വരികയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയും ചെയ്തപ്പോൾ അവിടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അമ്പിയാക്കളെ കുറിച്ച് നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പ്രവാചകന്മാരുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായി അറിയേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചൊരു വാചകം നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി
വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. ആമന റസൂലു എന്ന ആ ആയത്ത് കാണാതറിയുന്ന ആളുകളാണ് എല്ലാവരും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പ്രവാചകനും വിശ്വസിച്ചവരുടെയും എല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണ്, അവരെന്താണ് അടിത്തറയായി വിശ്വസിക്കുന്നത്. അതൊന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് മലക്കുകളിലുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് കിതാബുകളിലുള്ള വിശ്വാസമാണ്, മറ്റൊന്ന് മുർസലുകളിലുള്ള വിശ്വാസമാണ്. ആ 4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ള ഏതൊക്കെ ദൈവദൂതന്മാരുണ്ടോ അവരിൽ ഒരാളിലും ഞങ്ങൾ വേർതിരിവ് കാണുന്നില്ല, ഞങ്ങൾ ഒരാളെയും വ്യത്യസ്തമായി കാണുന്നില്ല. അവര് പറഞ്ഞു ഖാലു സമിഅ്നാ വ അതഅ്നാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇന്റെ 152-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം വല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി വല്ലദീന ആമനൂ ബില്ലാഹി വ റസൂലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമ. വിശ്വസിച്ച ആളുകൾ അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കുകയും അവരിൽ ഒരാൾക്കിടയിലും വ്യത്യാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നവരാവട്ടെ, ആ ആളുകൾക്ക് ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ വഴിയെ അവൻ നൽകുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. അപ്പൊ ഇവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാർ എത്രയുണ്ടോ ആ പ്രവാചകന്മാരിൽ എല്ലാവരും വിശ്വസിക്കുക എന്നുള്ളതാണ്. എല്ലാവരിലും വിശ്വസിക്കുക. അതിന് അറബിയിൽ പറയും മുജ്മലായി വിശ്വസിക്കുക എന്ന് പറയും, മൊത്തത്തിൽ വിശ്വസിക്കുക. എത്ര പ്രവാചകന്മാരുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്ക് നമുക്ക് പറയുക സാധ്യമല്ല. 1,24,000-ഓളം അമ്പിയാക്കളും 300-ൽ ചില്ലുവാനം മുർസലീങ്ങളും ഉണ്ട് എന്ന് സാധാരണ പറയപ്പെടാറുണ്ടെങ്കിലും അതിനൊന്നും അടിസ്ഥാനമില്ല. എന്നുവെച്ചാൽ ആ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളൊക്കെ ദുർബലമാണ് എന്നാണ്. എന്നാൽ എണ്ണം എത്രയാണ് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കി തന്നിട്ടില്ല. ധാരാളം പ്രവാചകന്മാർ വിവിധ ജനപഥങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയാണ് അവരുടെ എണ്ണം എന്ന് കൃത്യമായി പറയുക സാധ്യമേ അല്ല. നമ്മളൊക്കെ പറയലുണ്ട് 1,24,000 അമ്പിയാക്കൾ എന്ന് പറയലുണ്ട്. പക്ഷെ അതിനൊന്നും അടിത്തറയില്ലാത്ത വാദമാണത്, അടിത്തറയില്ലാത്ത വർത്തമാനമാണ്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ എത്ര പ്രവാചകന്മാർ അല്ലാഹു അലം, അവർക്ക് അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ഒരു പ്രവാചകന്റെ ഇടയിലും വേർതിരിവ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു പ്രവാചകനെ വിശ്വസിക്കുക, മറ്റൊരു പ്രവാചകനെ വിശ്വസിക്കാതിരിക്കുക, ഇതൊന്നും പാടില്ല. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണമെന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ കടന്നു വരാത്തൊരു സമൂഹം ലോകത്ത് കടന്നുപോയിട്ടില്ല. എല്ലാ സമൂഹത്തിലേക്കുമുണ്ട്. അത് ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹമാവട്ടെ, ആ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകും. കാരണം പ്രവാചകന്മാരിൽ നിന്ന് മാത്രം ലഭിക്കുന്ന, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ മാത്രം നൽകുന്ന വിവരങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. അല്ലാതെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗണിച്ചെടുക്കാൻ പറ്റിയതല്ലത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യകുലം എവിടൊക്കെയുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്മാരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം, ആദ് ഗോത്രം സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ടു.
ആ സമൂഹത്തിൽ നിന്ന് വിശ്വാസികളായി നിലനിന്നിരുന്ന കുറച്ചാളുകൾ അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറി. ചില ആളുകൾ പടിഞ്ഞാറൻ പ്രവിശ്യയിലേക്ക് മാറി. ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം പ്രവാചകനാണെന്നും അല്ലെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം സൂറ അൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ മത്ലഅ അശ്-ശംസി, മറ്റൊരായത്തിൽ ഹത്താ ഇദാ ബലഗ മഗ്രിബ അശ്-ശംസി, സൂര്യൻ ഉദിച്ചു വരുന്ന പൗരസ്ത്യദേശത്തും സൂര്യൻ അസ്തമിക്കുന്ന പാശ്ചാത്യദേശത്തും എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിലെല്ലാം അന്ന് ദുൽഖർനൈനിയുടെ കാലത്ത് അദ്ദേഹം ചില മനുഷ്യന്മാരെ കണ്ടു. ആ മനുഷ്യന്മാരുടെ പ്രത്യേകതയൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് മനുഷ്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറ്റിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ലോകത്ത് ഏത് ഭാഗത്ത് മനുഷ്യൻ ജീവിക്കുന്നുവോ അവിടെയെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹത്തിലേക്കും നാം നിയോഗിച്ചിട്ടുണ്ട് റസൂലൻ, പ്രവാചകനെ, ദൈവദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, താഗൂത്തുകളെ വർജിക്കണം, താഗൂത്തുകളെ വെടിയണം എന്നാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത്. അങ്ങനെ നിർദ്ദേശം നൽകപ്പെട്ടുകൊണ്ട് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഖുർആന്റെ മറ്റൊരു വാചകം, വലികുല്ലി ഖൗമിൻ ഹാദ്, വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമൂഹത്തിലേക്കും ഒരു മാർഗദർശി, ഒരു ഗൈഡ് ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറയാം. അല്ലാഹ് പറഞ്ഞ പിന്നെ കളവല്ലല്ലോ. ഹദീസുകളിലാണെങ്കിൽ ലഈഫ് ഉണ്ട്, മൗലൂ ഉണ്ട് എന്നൊക്കെ പറയാം. ഇത് അല്ലാഹുവിന്റെ ആയത്താണ്, അപ്പൊ പിന്നെ ചർച്ചയില്ല. അല്ലാഹ് പറയാൻ എല്ലാ സമൂഹത്തിലേക്കുമുണ്ട്. അത്ഭുതകരമായ ഒരു റിസർച്ചിനെ കുറിച്ച് ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ കാണാം. അതിൽ ആഫ്രിക്കൻ വനാന്തരങ്ങൾ താമസിക്കുന്ന ആളുകളോട് അവർ വിശ്വസിക്കുന്ന ദൈവം ആരെന്ന് ചോദിച്ചപ്പോൾ ആ ദൈവത്തിന് അവർ കൊടുത്ത പേര് ഉങ്കുലുങ്കുലു എന്നായിരുന്നു എന്നാണ്. ഉങ്കുലുങ്കുലു എന്ന് പറഞ്ഞാൽ ഇലാഹുൻ വാഹിദ് എന്നാണ് അർത്ഥം. അറബിയിലേക്ക് മാറ്റിയാൽ ഏക ഇലാഹ് എന്നാണ് അർത്ഥം. എവിടെ നിന്നാണ് അവർക്ക് ആ പേര് കിട്ടിയത്? ആരാണ് അവർക്ക് ആ ആശയം പകർന്നു കൊടുത്തത്? കൃത്യമാണ്, അത് പ്രവാചകന്മാരുടെ അധ്യാപനമാണ്. വലികുല്ലി ഖൗമിൻ ഹാദ് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഒരൊറ്റ സമൂഹത്തെ നാം നശിപ്പിച്ചിട്ടില്ല, നാം നശിപ്പിച്ചു കളയുന്നതല്ല എന്ന് അല്ലാഹു പറയുന്നു. എങ്കിൽ ഉറപ്പാണ്, ലോകത്ത് കടന്നുപോയ മനുഷ്യരാശിയിലും ഏത് സ്ഥലത്തും പ്രവാചകന്മാരുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് ഇന്ത്യയിലായിരുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു പണ്ഡിതന്മാർ. അഥവാ ഇവിടെയാണ് വന്നിറങ്ങിയത്. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ പല പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ടാകാം എന്ന് വളരെ ശക്തമായും സംശയിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം 108 ഉപനിഷത്തുക്കളും 4 വേദ സംഹിതകളും സനാതന ധർമ്മത്തിന്റെ ഭാഗമായി പറയപ്പെടുമ്പോ നമുക്കറിയാം അതിലെല്ലാത്തിലും ഇടം പിടിച്ചിട്ടുള്ള വർത്തമാനം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റാത്ത, മനുഷ്യന്റെ ചിന്തകളിൽ ഉദിച്ചു വന്ന് എഴുതാൻ പറ്റാത്ത വിവരങ്ങൾ അതിൻ്റെയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എല്ലാത്തിനും ദൈവികമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാഹു അലം. അങ്ങനെ സ്വാഭാവികമായും സംശയിക്കുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. ഖുർആൻ പറയാൻ, വമിൻ ആബാഇഹിം വദുർരിയാതിഹിം വഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാ മിൻ ഇബാദിഹി വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരുടെ പിതാക്കന്മാർ, വമിൻ ആബാഇഹിം അവരുടെ പിതാക്കന്മാരിൽ നിന്ന്, വദുർരിയാതിഹിം അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന്, വഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, വജ്തബൈനാഹും അവരെ നാം തെരഞ്ഞെടുത്തു, വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് നാം അവർക്ക് മാർഗദർശനം കൊടുത്തു എന്ന് അല്ലാഹു പറയാൻ. നമ്മുടെ പ്രദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന
ആളുകളെല്ലാം നൂഹ് നബിയുടെ മകൻ ഹാമിന്റെ സന്താന പരമ്പരകളാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഹാമിന്റെ സന്താന പരമ്പരകളാണ് നമ്മുടെ ഈ പ്രദേശത്ത്, പൗരസ്ത്യ ദേശത്തിന്റെ പല മേഖലകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആദിമ പിതാവ് എന്ന് പറയപ്പെടുന്നത് ഹാമാണ്. അങ്ങനെയെങ്കിൽ ആ പരമ്പരയിൽ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1,24,000 എന്ന് എണ്ണം പറയുന്നുണ്ടെങ്കിലും ആ എണ്ണം ക്ലിപ്തമല്ല എന്നും കൃത്യമായ കണക്കവിടെ ഇല്ല എന്നും. എത്ര പ്രവാചകന്മാരാണെന്ന് അറിയില്ല. റുസുലൻ ഖദ് ഖസസ്നാഹും, നാം കഥ വിവരിച്ചു തന്ന പ്രവാചകന്മാരുണ്ട്. വറുസുലൻ ലം നഖ്സുസുഹും, കഥ വിവരിക്കാത്ത പ്രവാചകന്മാരുണ്ട്. ധാരാളം പ്രവാചകന്മാർ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാം, എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ട്. അഥവാ ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ആ പ്രവാചകന്മാരെല്ലാം അവരെല്ലാം സത്യസന്ധരായിരുന്നു. എന്താണോ അവർക്ക് അയച്ചു കൊടുത്തത് അതല്ലാത്തതൊന്നും ജനങ്ങളോട് അവർ പ്രബോധനം ചെയ്തിട്ടില്ല. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. അല്ലാഹുവിന്റെ ഖുർആൻ, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ തെളിവുകളുമായി നിയോഗിച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, നാം അവരോടൊപ്പം വേദഗ്രന്ഥത്തെ ഇറക്കിക്കൊടുത്തു. കാര്യങ്ങളെ കൃത്യമായി തൂക്കിക്കണക്കാക്കാൻ, നീതിയും അനീതിയും കൃത്യമാക്കാവുന്ന തുലാസും. എന്തിന്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതി പുരസ്സരം നിലനിൽക്കാൻ വേണ്ടി നാം നീതിയും അവരുടെ കൂടെ ഇറക്കിക്കൊടുത്തു. അള്ളാഹുവിന്റെ ഖുർആൻ. ഒരാൾക്കും ഒരു എക്സ്ക്യൂസും ഒരിടത്തും പറയാൻ കഴിയില്ല എന്ന ഖുർആന്റെ സാക്ഷ്യം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ കേട്ടില്ലല്ലോ, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ എന്നൊന്നും ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റൂല എന്നാണ്. അത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. കാരണം ഖുർആന്റെ വാചകം റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമാ. അല്ലാഹുവിന്റെ ഖുർആൻ. റുസുലൻ, ദൂതന്മാർ. മുബശ്ശിരീന വമുൻദിരീൻ, ദൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡ്യൂട്ടിയാണത്. മുബശ്ശിരീൻ, മുൻദിരീൻ. ശുഭവാർത്തകരാണവർ, മുന്നറിയിപ്പുകാരാണവർ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും നല്ല പ്രതിഫലങ്ങൾ ഉണ്ടാകും, നന്മയുണ്ടാകും, ഗുണമുണ്ടാകുമെന്ന ശുഭവാർത്ത അറിയിക്കുന്നവർ. ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെയും അവിടെയും ശക്തമായ ശിക്ഷ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും. ഇത് രണ്ടുമാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തിനാണ് അള്ളാഹു അത് ചെയ്തത്? ലിഅല്ലാ യകൂന ലിന്നാസി ഹുജ്ജത്തുൻ അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. പ്രവാചകന്മാർക്ക് ശേഷം അള്ളാഹുവിനെതിരായി ഒരു തരത്തിലുള്ള ന്യായവാദവും ജനങ്ങൾ ഉന്നയിക്കരുത്. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ പടച്ചോനെ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഈ കാര്യം എന്ന് ഒരാളും അള്ളാഹുവിനോട് എതിരു പറയരുത്. എന്ന് പറഞ്ഞാൽ ന്യായം പറഞ്ഞു വരരുത്. അതിനുവേണ്ടിയാണ് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പൊ ഇത്രയും പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വന്നു എന്ന് ഖുർആൻ പറയുന്നു. നമുക്കറിയാം, ഖുർആൻ മനസ്സിലാകുന്നു. എന്നാൽ ഖുർആനിൽ എത്ര ആളുകളുടെ പേര് പറഞ്ഞു? പരിശുദ്ധ ഖുർആനിൽ എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞു? ഖുർആനിൽ ആകെ 25 പ്രവാചകന്മാരെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. 25 പ്രവാചകന്മാര് മാത്രം. അതും കഥ വിവരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. A to Z ചരിത്രം. സാധാരണ ചില ആളുകളൊക്കെ പറയും, ഇപ്പൊ ഖുർആനിലെ ഒരു അധ്യായം എടുത്തൊരു പ്രവാചകന്റെ പേര് 10ാം അധ്യായത്തിന്റെ പേര് യൂനുസ് എന്നാണ്. 12ാം അധ്യായത്തിന്റെ പേര് യൂസുഫ് എന്നാണ്. 2 പ്രവാചകന്മാരാണ്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിലെ മൂസുൽ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ നീനവയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈജിപ്തിലെ പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ 2 പ്രവാചകന്മാരുടെ പേരിൽ 2 അധ്യായങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രവാചകന്മാരുടെ A to Z വിശദീകരിക്കലല്ല അധ്യായത്തിന്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഖുതുബകളിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ
വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമുക്ക്. ഞാൻ അതിൻ്റെ കൊണ്ടുള്ള ഒരാമുഖം പറയാണെന്ന്. അപ്പൊ സ്വാഭാവികമായും ഓരോ പ്രവാചകന്മാരുടെ പേരിൽ അധ്യായം ഉണ്ടെങ്കിൽ ആ പ്രവാചകന്റെ വാപ്പ, ഉമ്മ, അദ്ദേഹത്തിന്റെ ജനനം, അദ്ദേഹത്തിന്റെ മരണം, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ കുട്ടികൾ, അദ്ദേഹത്തിന്റെ കച്ചവടം, അങ്ങനത്തെ ഡീപ്പായ സംസാരമേ അല്ല. മറിച്ച് പ്രവാചകന്മാരിൽ നിന്ന് സമൂഹത്തിന് എന്ത് മാർഗദർശനമാണോ വേണ്ടത്, ഏറ്റവും അടിസ്ഥാനപരമായ പാഠങ്ങൾ മാത്രമായിരിക്കും അതിൽ നിന്നുണ്ടാകുക. ഏതെങ്കിലും ഒരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 12-ാം അധ്യായത്തിന്റെ കഥ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിലെ ഓരോ പോയിന്റും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠം നൽകുന്ന വർത്തമാനങ്ങളായിരിക്കും. പരിശുദ്ധ ഖുർആൻ സൂറ അൽ അൻആം 6-ാം അധ്യായം സൂറ അൽ അൻആം 83 മുതൽ 86 വരെ വരുന്ന ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 18 പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട്. 18 പ്രവാചകന്മാർ. വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. 18 പ്രവാചകന്മാർ. സൂറത്ത് അൻആമിലെ 83 മുതൽ 86 വരെ. ബാക്കിയുള്ള പ്രവാചകന്മാർ 18-ന് ശേഷം 25-ലേക്ക് എത്താവുന്ന നമ്പർ വാക്യം എത്രയാണ്? അത് പല ആയത്തുകളിലായി അള്ളാഹു സൂചിപ്പിച്ചു. പല ആയത്തുകളിലായി സൂചിപ്പിച്ചതാണ് പ്രവാചകന്മാരെ. അങ്ങനെ 25 പ്രവാചകന്മാരുടെ പേരെ ഖുർആനിലുള്ളൂ. വേറെയും ചില പേരുകൾ ഖുർആനിലുണ്ട്. പക്ഷെ അത് പ്രവാചകനാണോ അല്ലേ എന്ന തർക്കം സമൂഹത്തിനിടയിലുണ്ട്. ചില ആളുകൾ പ്രവാചകനാണെന്ന് തന്നെ പറയപ്പെട്ട ആളുകളുമുണ്ട്. അപ്പൊ 25 അല്ല, 25-നേക്കാൾ കൂടുതൽ വരും എന്നും തഫ്സീറുകൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി കാണാം. പക്ഷെ അടിസ്ഥാനപരമായി 25 ആളുകളെ കുറിച്ചാണ് പറയാം. അപ്പൊ ഈ 25 ആളുകളും ശ്രദ്ധിച്ചോളാം. ഈ 25 ആളുകളെയും ഖുർആൻ പറഞ്ഞ 25 പ്രവാചകന്മാരുടെയും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആശയം ഒന്നേ ഒന്ന്, അടിസ്ഥാന പാഠം ഒന്നേ ഒന്ന്. മറ്റുള്ളതിൽ ചിലപ്പോഴെന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. സമൂഹത്തിന്റെ ജീവിത സാഹചര്യത്തിനും നിലവാരത്തിനും അനുസരിച്ച് മറ്റ് നിയമങ്ങളിൽ മാറ്റം വരാം. പക്ഷെ അടിസ്ഥാന നിയമം ഒന്ന്. അതെന്താ? ജബദത്തു റിസാലത്തുൽ അംബിയ, ദഅവത്തുർ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ, പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അടിത്തറ എന്നത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുക, അല്ലാത്ത ഒരാളെയും ആരാധിക്കാതിരിക്കുക, അഥവാ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എല്ലാം പ്രാർത്ഥന, ആരാധനയായി പറയപ്പെടുന്ന എന്തൊക്കെയുണ്ട് അതെല്ലാം അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കുക. ഇതായിരുന്നു സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വരുന്ന പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തോട് പറഞ്ഞത്. സാമൂഹികമായ തിന്മകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സദോം പിന്നെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗാനുരാഗികളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ആണും തമ്മിലുള്ള രതിവൈകൃതത്തിന്റെ കാലഘട്ടത്തിൽ വന്ന ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ സാമൂഹിക തിന്മയെ ഉണർത്തുമ്പോൾ അതിനേക്കാൾ ഉപരിയായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. മദിയൻ
സൗദിയുടെ ഏകദേശം തബൂക്കിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ആ ഭാഗത്ത് കാണുന്ന അവിടെ എത്തുമ്പോൾ കാണുന്ന രണ്ട് പ്രദേശങ്ങൾ അൽ ഹിജർ, മറ്റൊന്ന് മദിയൻ പ്രദേശത്തേക്ക് വന്ന പ്രവാചകനാണ് മഹാനായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബിയുടെ അമ്മോശൻ. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമൂഹം അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന സമൂഹമായിരുന്നു. അതായത് ഉപഭോക്താക്കളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ആളുകളായിരുന്നു. ആ സമൂഹത്തിലേക്ക് വന്ന ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ആ സാമൂഹിക തിന്മയും ഉണർത്തും. സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയ്യുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമായ തകർച്ചയിൽ കിടന്നൊരു സമൂഹത്തിന്റെ മുന്നിലേക്ക്, സഫാ കുന്നിലേക്ക് എഴുന്നേറ്റ് നിന്ന് അതിലേക്ക് ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്കെന്തായിരുന്നറിയോ? കുട്ടികളെ കൊല്ലരുത് എന്നല്ല, വ്യഭിചാരം നടത്തരുത് എന്നല്ല, അതുപോലെയുള്ള സാമൂഹിക തിന്മകളെ കുറിച്ചല്ല. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ഖൂലൂ ലാ ഇലാഹ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഇതായിരുന്നു അമ്പിയാക്കളുടെ ദഅവത്ത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരെയും ഈ വിഷയം പറയാൻ വേണ്ടി അയച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ പ്രവാചകന്മാരും ഒറ്റ ആശയമാണ് ലോകത്തോട് അടിസ്ഥാനപരമായി പറഞ്ഞത് എന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരിൽ 5 ആളുകൾ പ്രത്യേകം അള്ളാഹു പ്രധാനപ്പെടുത്തിയ ആളുകളാണ്. ആ ആളുകളെ പറയുന്ന പേര് ഉലുൽ അസ്മ് എന്നാണ്. ഉലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന 5 പ്രവാചകന്മാരുണ്ട്. അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരെയാണ് ഉലുൽ അസ്ം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖുർആനിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആ പ്രയോഗം, അവരെ ഈ 5 ആളെ പ്രത്യേകം എടുത്ത് പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൃഢചിത്തരായ പ്രവാചകന്മാർ എന്നാണ് പറയാം. നിങ്ങൾ നോക്കൂ, ഞാൻ ഒറ്റ ആളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ബാബിലോണിയ എന്നറിയപ്പെടുന്ന ഇറാഖിലെ ഒരു ചെറിയ പ്രദേശത്ത് 950 കൊല്ലം പ്രബോധനം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷമയും സഹനവും എത്ര വലുതായിരിക്കും. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ ചീത്ത വിളിക്കുന്ന ആരാ? കുടുംബക്കാരാണ്. കാരണം ആദം നബിയുടെ പേരക്കുട്ടികളല്ലാതെ വേറെ ആരും അവിടെ ഇല്ലല്ലോ. ആകെ കുറച്ച് ആളുകളെ ഉള്ളൂ. ആ ആളുകളിൽ കുടുംബക്കാർ തന്നെയാണ് ഈ ചീത്ത വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ചീത്ത വിളിക്കും, അദ്ദേഹത്തിന്റെ ഒരു മകൻ ചീത്ത വിളിക്കും. ആളുകൾക്ക് ദേഷ്യം വരും. 950 കൊല്ലം എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂറൊന്നുമല്ല. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇതന്നെ പണി. ആളുകൾക്ക് കണ്ടിട്ട് പിരാൻ തുടങ്ങി. ആളുകൾ തലയിലൂടെ മുണ്ടിട്ട് അടക്കാൻ തുടങ്ങി. നൂഹ് വരുമ്പോൾ തന്നെ ചെവിയിൽ ഇങ്ങനെ വിരൽ വെക്കും. കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. സൂറത്ത് നൂഹിൽ അല്ലാഹു പറഞ്ഞതാണ്. 950 കൊല്ലം ചെറിയ കാലമൊന്നുമല്ല. സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാതാവിന്റെ പരിഹാസം മുതൽ ഇങ്ങോട്ട് തുടങ്ങി, ജനിച്ചത് മുതൽ ജാരസന്തതി എന്ന്, മോശക്കാരനെന്ന് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്ക്. അവസാനം അള്ളാഹു അവന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നത് വരെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ആ ദൃഢചിത്തരായ പ്രവാചകന്മാർ 5 ആളുകൾ. അതിൽ ഏറ്റവും അഗ്രേസരനാണ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്ന് ഖുത്ബ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം, അന സയ്യിദു വലദി ആദം. ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. മറ്റൊരു ഹദീസിൽ കാണാം,
അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാന്ത്യം വരെ വരുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും നേതാവ് ഒരാൾ, അത് സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അഅ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരെ കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കുക. അവരുടെ ദഅവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അടുത്ത ഖുത്ബ മുതൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടർച്ചയായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതായിരിക്കും തുടർന്ന് വരുന്ന ഖുത്ബകളിൽ. ആ വാചകങ്ങൾക്കിടയിൽ പ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഖുത്ബകൾ പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കുമാറാവട്ടെ. കൃത്യമായ വിശ്വാസം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളെ ചേർത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സ്വതക്ക നമ്മൾ ഇരിക്കുന്ന പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താനാണ് ഒരു സ്വതക്ക. എല്ലാവരും ഓർക്കണം, ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെങ്കിലാണ് നമുക്കൊക്കെ ഇരിക്കാനും ഇബാദത്തെടുക്കാനും അങ്ങനെ ഖൈറായ പ്രവർത്തനങ്ങൾ ഭാഗവാക്കാവാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഒരു സ്വതക്ക ഈ പള്ളിക്ക് വേണ്ടി നൽകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും അള്ളാഹുർക്ക് സഹായവും അനുഗ്രഹവും നൽകുമാറാവട്ടെ. എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാടിനെ ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.